ഹലോ ഫ്രണ്ട്സ്, ട്രിപ്സ് ടുഗദറിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നൊരു ഫുട്ബോൾ മാച്ച് കാണാൻ പോവുകയാണ്. അതും മാഞ്ചസ്റ്റർ സിറ്റിയും ബ്രൈറ്റൺ FC-യും തമ്മിലുള്ളൊരു മത്സരം. മാഞ്ചസ്റ്റർ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യമേ ഓടി വരുന്ന രണ്ട് ഫുട്ബോൾ ക്ലബ്ബുകളുടെ പേരാണ്. ഒന്ന് മാഞ്ചസ്റ്റർ യുണൈറ്റഡും മറ്റൊന്ന് മാഞ്ചസ്റ്റർ സിറ്റിയും. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഹോം ഗ്രൗണ്ടായ എത്തിഹാദ് സ്റ്റേഡിയത്തിലാണ്. ഈ സ്റ്റേഡിയത്തിന്റെ അടുത്ത് തന്നെയാണ് കോപ്പ് ലൈവ് എന്ന UK-യിലെ തന്നെ ഏറ്റവും വലിയ ഇൻഡോർ അരീന ഉള്ളത്. കഴിഞ്ഞ വർഷമായിരുന്നു ഇതിന്റെ ഇനാഗ്രേഷൻ. മൊത്തത്തിൽ ഈ ഏരിയ അറിയപ്പെടുന്നത് എത്തിഹാദ് കോംപ്ലക്സ് എന്നാണ്. മാഞ്ചസ്റ്റർ ആസ്ഥാനമായിട്ടുള്ള മാഞ്ചസ്റ്റർ സിറ്റി ഫുട്ബോൾ ക്ലബ്ബ് സ്ഥാപിതമായത് 1880-ലാണ്. നൂറ്റാണ്ടുകൾക്ക് പഴക്കമുള്ള ലോകപ്രസിദ്ധമായ ഒരു ഫുട്ബോൾ ക്ലബ്ബ് തന്നെയാണിത്. ഇവരുടെ ഇപ്പോഴത്തെ ഹോം ഗ്രൗണ്ടായ ഈ കാണുന്ന എത്തിഹാദ് സ്റ്റേഡിയത്തിലേക്ക് ഇവർ മൂവ് ചെയ്ത് 2003-ലാണ്. 53,400 അതാണ് ഇപ്പോൾ നിലവിലുള്ള സീറ്റിംഗ് കപ്പാസിറ്റി. സിറ്റി ഫുട്ബോൾ ഗ്രൂപ്പിന്റെ ഉടമസ്ഥയിലാണ് ഈ ഒരു ക്ലബ്ബ് നിലവിലുള്ളത്. 2008 ഇതിന്റെ മേജർ ഷെയറുകൾ അബുദാബി ആസ്ഥാനമായിട്ടുള്ള അബുദാബി യുണൈറ്റഡ് ഗ്രൂപ്പ് വാങ്ങുകയുണ്ടായി. അതിനുശേഷം വമ്പിച്ച പുരോഗതിയാണ് ഈ ഒരു ക്ലബിനുണ്ടായിട്ടുള്ളത്. ലോകത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ഒരു ഫുട്ബോൾ മാച്ചാണല്ലോ പ്രീമിയർ ലീഗ് എന്ന് പറയുന്നത്. അപ്പം അതിന്റെ ഭാഗമായിട്ടുള്ളൊരു മാച്ചാണ് ഇന്നിപ്പോൾ ഇവിടെ നടക്കുന്നത്. അത് കാണാനാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ആകെ 20 ടീമുകളാണ് പങ്കെടുക്കുന്നത്. ഈ 20 ടീമുകൾ പരസ്പരം 2 തവണ മത്സരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഓരോ ടീമിനും ആകെ 38 മത്സരങ്ങളുണ്ടാവും. ഒന്ന് സ്വന്തം ഗ്രൗണ്ടിലും മറ്റൊന്ന് എതിരാളികളുടെ ഗ്രൗണ്ടിലും ആയിരിക്കും. കഴിഞ്ഞ 4 വർഷങ്ങളായിട്ട് പ്രീമിയർ ലീഗിൽ ചാമ്പ്യൻസ് ആണ് മാഞ്ചസ്റ്റർ സിറ്റിയും. പക്ഷേ ഈ വർഷം അവർക്ക് ആ ഒരു ഫോം നിലനിർത്താൻ സാധിച്ചിട്ടില്ല. നിലവിൽ അവർ 5ാം സ്ഥാനത്താണ്. അങ്ങനെ നമ്മൾ സ്റ്റേഡിയത്തിന് ഉള്ളിൽ കടക്കാൻ പോവുകയാണ്. സിമ്പിളായിട്ടുള്ളൊരു സെക്യൂരിറ്റി ചെക്ക് ഉണ്ടായിരുന്നു. അതിനുശേഷം ടിക്കറ്റ് ടാപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത്. ഗൈസ്, നമ്മളിപ്പോൾ ഇതിന്റെ ഉള്ളിലേക്ക് കടന്നിരിക്കുകയാണ്. സ്റ്റേഡിയത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അറിയാൻ കഴിഞ്ഞത് സ്റ്റേഡിയത്തിന്റെ നിലവിലുള്ള കപ്പാസിറ്റിയായ 53,000-ൽ നിന്ന് 61,000-ലേക്ക് സീറ്റ് കപ്പാസിറ്റി വർദ്ധിപ്പിക്കാനുള്ള വർക്കുകളാണ് നടക്കുന്നതെന്നാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ സീറ്റുള്ള ഏരിയയിലേക്ക് പ്രവേശിക്കുകയാണ്. നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കുറേ empty സീറ്റുകളൊക്കെ. പക്ഷേ ആളുകളൊക്കെ വരുന്നതേ ഉള്ളൂ. ഒരു 20 മിനിറ്റ് കൂടെ ഉണ്ട് കളി തുടങ്ങാൻ. കളി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഈ സ്റ്റേഡിയത്തിൽ ഒരു സൂചി കുത്താനുള്ള സ്പേസ് പോലും ബാക്കി ഉണ്ടാവില്ല. നോക്ക് ഗൈസ്, ഞാൻ പറഞ്ഞ പോലെ തന്നെ സ്റ്റേഡിയം ഫുള്ളായിരിക്കുകയാണ്. 2 ടീമുകളിലെയും കളിക്കാരെ ഓരോരുത്തരെ ഗ്രൗണ്ടിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം എല്ലാവരും തന്നെ ഗ്രൗണ്ടിൽ എത്തിക്കഴിഞ്ഞു. ഇതൊക്കെ നമുക്കിപ്പം എല്ലാ പ്ലേയേഴ്സിനെയും കാണാൻ സാധിക്കുന്നുണ്ട്. ആവേശകരമായ വെൽക്കമിംഗ് ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ കൂടെ തന്നെ കാണികളുടെ ആ ഒരു ആവേശം, ആ ഒരു ആരവം ഫുള്ളി പോസിറ്റീവ് വൈബാണ്. കളി തുടങ്ങാൻ ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഇരു ടീമുകളുടെയും ആരാധകർ കടുത്ത ആവേശത്തിലാണ്. ഇനി എന്ത് സംഭവിക്കാം, ആരാണ് ജയിക്കുന്നതെന്നൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഒരുപാട് ബെറ്റ് വെച്ചവരൊക്കെ ഉണ്ടാവും. എല്ലാവർക്കും ആകാംക്ഷയാണ് ആര് ജയിക്കുമെന്ന്. എർലിംഗ് ഹലാൻഡ്, റൂബൻ ഡയസ് തുടങ്ങിയ പ്രമുഖ താരങ്ങളൊക്കെ അണിനിരക്കുന്ന ടീമാണ് മാഞ്ചസ്റ്റർ സിറ്റിയുടേത്. ബ്രൈറ്റണും ഒട്ടും മോശമുള്ള ടീമല്ല. ബ്രൈറ്റൺ നിലവിൽ 7ാം സ്ഥാനത്തും അതുപോലെ മാഞ്ചസ്റ്റർ സിറ്റി 5ാം സ്ഥാനത്തുമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ കടുത്ത പോരാട്ടമായിരിക്കും. ഗൈസ്, നടക്കപ്പോറത് യുദ്ധം.
കളി തുടങ്ങി 11-ാം മിനിറ്റിൽ തന്നെ എർലിംഗ് ഹലാൻഡ് ഒരു പെനാൽറ്റിയിലൂടെ മാഞ്ചസ്റ്റർ സിറ്റിയെ മുന്നിലെത്തിച്ചെങ്കിലും അതിമനോഹരമായ ഒരു ഫ്രീ കിക്ക് ഗോളിലൂടെ ബ്രൈറ്റൺ ആ സമനില പിടിച്ചിരിക്കുകയാണ്. മത്സരം നടക്കുന്നത് മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഹോം ഗ്രൗണ്ടിലാണെങ്കിൽ പോലും ബ്രൈറ്റൺ FC ആരാധകർക്കായിട്ട് ഗാലറിയിൽ പ്രത്യേക ഏരിയകൾ ക്രമീകരിച്ചിട്ടുണ്ട്. അവിടെ പോലീസൊക്കെ നിലയുറപ്പിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ബ്രൈറ്റന്റെ ഓരോ മൂവിനും വളരെ നല്ല സപ്പോർട്ട് അവരുടെ ആരാധകർ കൊടുക്കുന്നുണ്ട്. സ്റ്റിൽ മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഹോം ഗ്രൗണ്ട് ആയതുകൊണ്ട് അവർക്കാണ് കൂടുതൽ സപ്പോർട്ട് കിട്ടുന്നതെന്ന് വേണേൽ പറയാൻ പറ്റും. അങ്ങനെ 90 മിനിറ്റ്സ് കഴിയുമ്പോൾ 2-2 ഇരു ടീമുകളും സമനില തന്നെയാണ്. ഒരു ഗോൾ കൂടി അടിക്കാൻ രണ്ട് ടീമുകളും പൊരിഞ്ഞ പോരാട്ടമായിരുന്നു. ബട്ട് ഗോൾ മാത്രം വന്നില്ല ഗൈസ്. നല്ലൊരു കളി കണ്ട ആവേശത്തിൽ നമ്മളിപ്പോൾ തിരിച്ചു നടക്കുകയാണ്. ഈ ഒരു കളിയുടെ ടിക്കറ്റ് റേറ്റ്സ് ഒക്കെ വളരെ ഹൈ ആയതുകൊണ്ട് തന്നെ എന്നും കളി കാണുക അല്ലെങ്കിൽ എല്ലാ മാച്ചസും കവർ ചെയ്യുക എന്നൊക്കെയുള്ളത് നമുക്ക് വളരെ അപ്രാപ്യമായിട്ടുള്ളൊരു കാര്യമാണ്. എന്നിരുന്നാലും നമ്മുടെ ബക്കറ്റ് ലിസ്റ്റിലുണ്ടായിരുന്ന ഒരു കാര്യം കൂടി നമുക്ക് സാധിച്ചെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളൊരു സന്തോഷത്തിൽ മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.